ജോബ് 32-ാം അധ്യായം. എലീഹുവിൻ്റെ പ്രഭാഷണം. ജോബിന് താൻ നീതിമാനാണെന്ന് തോന്നിയതുകൊണ്ട് ഈ 3 പേരും തങ്ങളുടെ വാദം മതിയാക്കി. റാം കുടുംബത്തിൽപ്പെട്ട ബൂസ്യനായ ബറാഖേലിൻ്റെ പുത്രൻ എലീഹു കോപിഷ്ഠനായി. ദൈവത്തേക്കാൾ തന്നെ നീതീകരിച്ചതുകൊണ്ട് ജോബിൻ്റെ നേരെ അവൻ്റെ കോപം വർദ്ധിച്ചു. ജോബ് തെറ്റു ചെയ്തെന്ന് അവൻ്റെ 3 സ്നേഹിതന്മാരും പ്രഖ്യാപിച്ചെങ്കിലും തക്ക മറുപടി നൽകാൻ അവർക്ക് കഴിയാഞ്ഞതുകൊണ്ട് അവരോടും അവൻ കോപിച്ചു. അവർ തന്നേക്കാൾ പ്രായമുള്ളവരായതുകൊണ്ട് എലീഹു മറുപടി പറയാതെ കാത്തിരുന്നു. എന്നാൽ അവർ 3 പേരും മറുപടി പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ കുപിതനായി. ബൂസ്യനായ ബറാഖേലിൻ്റെ പുത്രൻ എലീഹു മറുപടി പറഞ്ഞു, ഞാൻ പ്രായത്തിൽ ചെറുപ്പമാണ്, നിങ്ങൾ പ്രായം കൂടിയവരും. അതിനാൽ എൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ എനിക്ക് ഭയമായിരുന്നു. ഞാൻ ചിന്തിച്ചു, പ്രായം സംസാരിക്കുകയും പ്രായാധിക്യം ജ്ഞാനം പകരുകയും ചെയ്യട്ടെ. എന്നാൽ മനുഷ്യനിലെ ചൈതന്യം സർവശക്തൻ്റെ ശ്വാസം ആണ്, അവന് ജ്ഞാനം നൽകുന്നത്. പ്രായാധിക്യം ജ്ഞാനം പ്രദാനം ചെയ്യുന്നില്ല, ദീർഘായുസ്സ് വിവേകവും. അതിനാൽ ഞാൻ പറയുന്നു, എൻ്റെ വാക്ക് കേൾക്കുക, ഞാനും എൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കട്ടെ. എന്തു പറയണമെന്ന് നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ വാക്കു കേൾക്കാൻ ഞാൻ കാത്തിരുന്നു. നിങ്ങളുടെ ജ്ഞാനവചസ്സുകൾക്കു വേണ്ടി ശ്രദ്ധിച്ചിരുന്നു. ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു. ജോബിനെ ഖണ്ഡിക്കാൻ ആരും ഉണ്ടായില്ല. നിങ്ങളിലാരും അവൻ്റെ വാക്കുകൾക്ക് മറുപടി കൊടുത്തുമില്ല. ഞങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു, ദൈവമാണ്, മനുഷ്യനല്ല അവനെ ഖണ്ഡിക്കുക എന്നു പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവൻ തൻ്റെ വാക്കുകൾ എനിക്കെതിരെ പ്രയോഗിച്ചില്ല. നിങ്ങളുടെ വചനങ്ങൾ കൊണ്ട് ഞാനവന് മറുപടി കൊടുക്കുകയില്ല. അവർ പതറിപ്പോയി, അവർ ഇനി ഉത്തരം പറയുകയില്ല. അവർക്കൊരു വാക്കുപോലും സംസാരിക്കാനില്ല. അവർ അവിടെ വെറുതെ നിൽക്കുകയും മറുപടി പറയാതിരിക്കുകയും ചെയ്യുന്നു. അവർ സംസാരിക്കാത്തതിനാൽ ഞാൻ കാത്തിരിക്കണമോ? ഞാനും എനിക്ക് നൽകാനുള്ള മറുപടി പറയും. ഞാനും എൻ്റെ അഭിപ്രായം തുറന്നു പറയും. എന്തെന്നാൽ ഞാൻ വാക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നിലെ ചൈതന്യം എന്നെ നിർബന്ധിക്കുന്നു. എൻ്റെ ഹൃദയം ബഹിർഗമന മാർഗം ഇല്ലാത്ത വീഞ്ഞു പോലെയാണ്, പൊട്ടാറായിരിക്കുന്ന പുതിയ തോൽക്കുടം പോലെയാണ്. എനിക്ക് സംസാരിക്കണം, എന്നാലേ എനിക്ക് ആശ്വാസം ലഭിക്കൂ. അധരം തുറന്ന് എനിക്ക് മറുപടി പറയണം. ഞാൻ ആരോടും പക്ഷപാതം കാണിക്കുകയില്ല, ഒരു മനുഷ്യനോടും മുഖസ്തുതി പറയുകയുമില്ല. മുഖസ്തുതി പറയാൻ എനിക്കറിഞ്ഞുകൂടാ. പറഞ്ഞാൽ എൻ്റെ സൃഷ്ടാവ് എന്നെ വേഗം നശിപ്പിക്കും. കർത്താവിൻ്റെ വചനം.